അശ്രദ്ധമാവുകയായിരുന്നുവെങ്കിൽ നീ ഒരു ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ ആ കാലടിപ്പാട് ആർക്ക് കാണാൻ കഴിയും? ഇനി ഒരു മണലിൽ നിന്റെ കാല് പതിഞ്ഞാൽ തന്നെ ഒരു കാറ്റടിച്ചാൽ കാറ്റടിച്ചാൽ ആ പാദമുദ്രകൾ മാഞ്ഞുപോയില്ലേ? എന്നിട്ടും അതതാ അള്ളാഹു അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞു. നന്മയിലേക്ക് അടുക്കുന്ന ഓരോ കാലടിപ്പാടുകളും, പള്ളിയിലേക്കുള്ള ഓരോ കാലടിപ്പാടുകളും രേഖപ്പെടുത്തപ്പെടുന്നവയാണ്. അതൊരു തെളിവാണ്, ഒരു തെളിവാണ്. അപ്പൊ നമ്മൾ എല്ലായിടത്തും നടക്കുമ്പോഴും ഇപ്പൊ അവിടെ കാലടിപ്പാടുണ്ടാവോ? എല്ലായിടത്തും അടയാളങ്ങൾ ഉണ്ടാവോ? അടയാളങ്ങൾ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ മണലിലൊക്കെ ചവിട്ടിയ അടയാളം ഉണ്ടാവും. അല്ലാത്ത സ്ഥാനത്ത് എന്താ നമ്മൾ നടന്നതിന് രേഖ? അല്ലെങ്കിൽ നമ്മളൊരു ഭാഗത്ത് ടച്ച് ചെയ്തതിന് എന്താ രേഖ? അതൊന്നും ഇന്നത്തെ ശാസ്ത്രയുഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. മനുഷ്യന്മാരിന്ന് എന്തുമായിട്ടൊന്ന് ഇടപെട്ടിട്ടുണ്ടെങ്കിലും അവൻ എവിടെയൊക്കെ തൊട്ടു, എവിടെയൊക്കെ അവന്റെ ശ്വാസം വീണിട്ടുണ്ട്, എവിടെയൊക്കെ അവൻ നടന്നിട്ടുണ്ട് എന്നതിനൊക്കെ ഇന്ന് രേഖകളുള്ള കാലഘട്ടമാണ്. അത്രയും വികസിച്ചു കഴിഞ്ഞ ഒരു ലോകത്താണ് നമ്മളുള്ളത്. കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന ശാസ്ത്രമൊക്കെ വളർന്ന് വളരെ വികസിച്ച ഒരു കാലഘട്ടമാണ്. അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സഹാബിമാർ ഇതൊക്കെ വിശ്വസിച്ചവരാണ്. അപ്പോ നമ്മുടെ നന്മയിലേക്കുള്ള ഓരോ കാലടിപ്പാടുകളും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരെങ്കിലും അള്ളാഹുവിന്റെ വീട്ടിൽ നിന്ന് ശുദ്ധീകരണം നടത്തി പുറപ്പെട്ട് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പോയാൽ അവന്റെ കാലടിപ്പാടുകൾ അത് അവന് നന്മയായിക്കൊണ്ട്, ഓരോ കാലടിപ്പാടുകളും നന്മയായിക്കൊണ്ട് രേഖപ്പെടുത്തപ്പെടുകയാണ്. എഴുതപ്പെടുന്നതിന് പുറമെ ഒരു കാലടിപ്പാതയതാ അവന്റെ തിന്മകളെ ഓരോന്നോരോന്നായി കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാലടിപ്പാതയിലൂടെ അതാ അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ കാലടിപ്പാടിലൂടെ അള്ളാഹുവിങ്കലേക്കുള്ള ദറജ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാം പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, പിരിഞ്ഞു പോരുമ്പോഴും ഉണ്ട്. നമ്മൾ വിചാരിച്ച് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുമ്പോൾ പള്ളിയിൽ എത്തോളുള്ള കാലടിപ്പാടാണ്, മാത്രമല്ല തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തുമ്പോഴെന്ന് വരെയുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം. കാന റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സഹാബി ലാ അഅലമു അഹദൻ അബ്അദ മിനൽ മസ്ജിദി മിൻഹു, ആ സഹാബിയുടെ അത്ര പള്ളിയുമായി ദൂരത്ത് താമസിക്കുന്ന ഒരാളെയും എനിക്ക് പരിചയമില്ല. അത്ര ദൂരെ താമസിക്കുന്ന ഒരു സഹാബിയാണ്. എന്നാലോ നോക്കണം നിങ്ങൾ അവരുടെയൊക്കെ ഈമാൻ. ഇവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ നിൽക്കുന്നത്. കേട്ടോളൂ, അത്ര ദൂരെ താമസിക്കുന്ന സഹാബിയുടെ കഥ പറയുന്നു. ഒരൊറ്റ നിസ്കാരം മദീനത്തെ പള്ളിയിൽ അയാൾക്ക് പാഴായി പോയിട്ടുമില്ല. ഒരു നിസ്കാരം മൂപ്പർക്ക് പള്ളിയിൽ നിന്ന് പാഴായി പോയിട്ടില്ല. പള്ളിയിൽ നിന്ന് ഏറ്റവും ദൂരെ താമസിക്കുന്ന ഒരാള് ഇയാളെപ്പോലെ ഞാൻ കണ്ടിട്ടുമില്ല. ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനത്തെ പള്ളിയിൽ ഏറ്റവും ദൂരെ ആരാന്ന് ചോദിച്ചാൽ ഈ സഹാബിയാണ്. എപ്പോഴും കൃത്യമായിട്ട് ഒറ്റ ജമാഅത്ത് മുടങ്ങാതെ എത്തിയ ആളാരെന്ന് ചോദിച്ചാൽ ഈ സഹാബിയാണ്. അങ്ങനത്തെ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഫഖീല ലഹു, ഇയാളെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എത്ര നേരത്തെ ഇറങ്ങണം, വീട്ടിൽ നിന്ന് വിയർത്തൊലിച്ച് പ്രയാസം സഹിച്ച് പള്ളിയിലെത്തുന്ന ആ കാഴ്ച കണ്ടപ്പോ ഫഖീല ലഹു, മഹാനവറുകളോട് പറയപ്പെട്ടു, ലവിസ്തറൈത ഹിമാറൻ, ഒരു കഴുതയെ നിങ്ങൾക്ക് വാങ്ങിക്കൂടെ? അന്നത്തെ യാത്രാവാഹനം ബസ്സും കാറും മോട്ടോർ സൈക്കിളും സൈക്കിളും ഇല്ല. അന്ന് കോവർ കഴുത, ഒട്ടകം, കുതിര അതിന്റെയൊക്കെ പുറത്താണ്. ഒരു കഴുതയെ നിങ്ങൾക്ക് വാങ്ങിയാൽ തർക്കബുഹു ഫിൽ അൽമായി വഫിർ റംലായി, കൂരിട്ടുള്ള സമയത്ത് ഇങ്ങനെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കഠിനമായി ചൂടുള്ള അവസരത്തിലും ഇത്രയും പ്രയാസമില്ലല്ലോ. ഒരു വാഹനമുണ്ടായാൽ അതല്ലേ നല്ലത്? നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിത്തരട്ടെ, വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, മായസുറുനി അന്ന മൻസിലി ഇലാ ജൻബിൽ മസ്ജിദി ഇന്നി ഉരീദു അൻ യുക്തബലി മംശായ ഇലൽ മസ്ജിദി വറുജൂഇ ഇദാ റജഅതു ഇലാ അഹ്ലി. മായസുറുനി, എനിക്ക് സന്തോഷമുള്ള കാര്യമല്ല, എനിക്ക് സന്തോഷമുള്ള കാര്യമല്ല. എന്ത്? അന്ന മൻസിലി ഇലാ ജൻബിൽ മസ്ജിദി, എന്റെ വീട് പള്ളിക്കരികിലാവുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ വീട് പള്ളിക്കരികിലാവുന്നതല്ല എനിക്കിഷ്ടം. ഇനി ഉരീദു, തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുകയാണ്, അൻയുക്തബലി, എനിക്കെന്റെ റബ്ബ് എഴുതണമെന്ന്, എന്റെ നന്മയുടെ റിക്കാർഡിൽ എഴുതപ്പെടണമെന്ന്. മംശായ ഇലൽ മസ്ജിദി, പള്ളിയിലേക്കുള്ള എന്റെ നടത്തം, വറുജൂഇ, എന്റെ മടങ്ങി വരവും, ഇദാ ഇലാഹിലി,
നിസ്കാരം കഴിഞ്ഞിട്ട് എന്റെ കുടുംബത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്ന ആ വരവും എനിക്ക് രേഖപ്പെടുത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതങ്ങ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ സന്തോഷത്തോടു കൂടി അവിടുന്ന് പറയുകയാണ്, ഖദ് ജമഅല്ലാഹു ലക ദാലിക കുല്ലഹു, അപ്പറഞ്ഞതെല്ലാം തീർച്ചയായും അല്ലാഹു താങ്കൾക്ക് ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾക്ക് കിട്ടും. പള്ളിയിലേക്കുള്ള വരവും മടങ്ങിപ്പോക്കും ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആശംസ പറയാൻ. തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ട് നമ്മൾ ജമാഅത്തിന് എത്തുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ആസാർ എഴുതുന്നില്ല വ്യാഖ്യാനം, രണ്ടാമത്തെ വ്യാഖ്യാനമായി പറഞ്ഞത്. നേർക്കിനെ അവിടെ എന്താണ്? അവിടെ സൽക്കർമ്മമായിട്ടുള്ള ഒന്ന് അത് നമ്മുടെ നിസ്കാരമാണ്. അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ആസാറുകളും അവിടെ എഴുതുന്നു, ആ അടയാളങ്ങളും അവിടെ ഒരു സാക്ഷിയായിട്ട് നാളെ പരലോകത്ത് വരുന്നുണ്ട്. നമുക്ക് സാക്ഷി, നമ്മൾ വെച്ച ഓരോ മുദ്രകളും ഓരോ പാദമുദ്രകളും അവിടെ സാക്ഷി, അവിടെ സാക്ഷിയാണ്. എത്ര ഒരാൾക്ക് അധികരിപ്പിക്കാൻ കഴിയും അത്രയും ഒരാൾ അധികരിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു സംഭവം നോക്കൂ. ജാബിർ പറയും, ഖലത്തിൽ ബിഖാഉ ഹൗലൽ മസ്ജിദി, മദീനയുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കുറച്ച് പ്രദേശങ്ങൾ ഒഴിഞ്ഞു. ആൾതാമസത്തിന് പറ്റിയ ചില പറമ്പുകൾ ഉണ്ടായി. അവിടുന്ന് വീട്ടുപോയി. അപ്പൊ ചില ആളുകൾക്ക് അവിടെ വീടുണ്ടാക്കാൻ മാത്രം വലിപ്പത്തിലുള്ള ചില സ്ഥലങ്ങൾ, കുറച്ച് ഭൂമി അവിടെ ഒഴിവായി വന്നപ്പോ ബനൂ സലമത്ത് ഗോത്രം ഉദ്ദേശിച്ചു ഖുർബൽ മസ്ജിദി, പള്ളിക്കരികിലേക്ക് താമസം മാറ്റിയാൽ എന്താ എന്നവർ ചിന്തിച്ചു. പള്ളിക്കരികിലേക്ക് താമസം മാറാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഫബലഗ ദാലിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് വിവരം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞു. ഫഖാല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, ബലഗനീ, എനിക്ക് വിവരം കിട്ടിയിരിക്കുന്നു, അന്നക്കും തുരീദൂന അൻ തൻതഖിലു ഖുർബൽ മസ്ജിദി, നിങ്ങൾ പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. ശരിയാണോ? ഖാലു, അവര് മറുപടി പറയുന്നു, നഅം യാ റസൂലല്ലാഹ് ഖദ് അറദ്നാ ദാലിക, അതേ റസൂലേ, ഞങ്ങൾ അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഉദ്ദേശമുണ്ട്, പള്ളിക്കരികിലേക്ക് താമസം മാറുക, പള്ളിന്റെ അടുത്തേക്ക് വരികയാണ്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എന്താ പറഞ്ഞത്? നല്ല കാര്യം, പള്ളിക്കൊരു അയൽക്കാരെ കിട്ടല്ലേ, നല്ല തന്നെ, വേഗം വരീനെന്നാണോ? അല്ല, ബനീ സലമ ദിയാറക്കും തുക്തബ് ആസാറുക്കും, ദിയാറക്കും തുക്തബ് ആസാറുക്കും, ആവർത്തിച്ച് പറയുകയാണ്, ഓ സലമത്ത് ഗോത്രമേ, ബനൂ സലമത്തിന്റെ ആളുകളെ, ദിയാറക്കും, നിങ്ങളുടെ വീടുകൾ നിൽക്കുന്നിടത്ത് നിൽക്കട്ടെ, അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, അവിടെ തന്നെ നിൽക്കട്ടെ. തുക്തബ് ആസാറുക്കും, ആസാറുകൾ നിങ്ങൾക്ക് എഴുതപ്പെടണ്ടേ. ദിയാറക്കും, വീടുകൾ അവിടെ തന്നെ നിന്നോട്ടെ. തുക്തബ് ആസാറക്കും, നിങ്ങൾക്ക് ആസാറുകൾ എഴുതപ്പെടുന്നതാണ്. അവിടെ നിന്നിട്ട് നടന്ന് ആ കൂലി പോകും. എന്നിട്ട് മായാവിന് പള്ളിയിൽ നിന്ന് വേഗം കടന്നു കയറലാവും. കുറച്ച് ദൂരെയാണെങ്കിൽ ആ പാദമുദ്രകൾ എഴുതപ്പെടും. അത് വേണ്ടേ? അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഇതങ്ങ് കേട്ടപ്പോ അവര് ഉറച്ച തീരുമാനം എടുക്കുകയാണ്. അതെ നബിയെ, ഇനി ഞങ്ങളൊരു മാറ്റത്തിനില്ല, ഞങ്ങൾ മാറ്റത്തിനില്ല, ഞങ്ങൾ അവിടെ തന്നെ, ഞങ്ങൾ പോരുന്നില്ല നബിയെ. കണ്ടോ, ആസാറുകളെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ വ്യാഖ്യാനം അതാണ്. ഇത് വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പാപങ്ങൾ മായ്ച്ചു കളയപ്പെടുന്ന, അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബത്ത് പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അതെ പറഞ്ഞു തന്നാലും. ഇസ്ബാഗുൽ വുദൂഇ അലൽ മക്കാരിഹ്, വെറുപ്പുള്ള നേരത്തും പ്രയാസമുള്ള നേരത്തും വുദൂ എടുക്കാൻ കുറച്ച് മടി തോന്നുമ്പോഴും സമ്പൂർണമായി വുദൂ എടുക്കുക, അത് പാപമോചനത്തിന് കാരണമാണ്. കേട്ടില്ലേ? ഉറങ്ങാൻ പോകുമ്പോൾ വുദൂ എടുക്കാൻ കുറച്ച് മടി ഉണ്ടാവും. നമുക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവം. നല്ല ഉറക്കം വരുമ്പോൾ നമ്മളോട് ഇബ്ലീസ് പറയും, ഇപ്പൊ ആ സുന്നത്തെടുത്ത ഉറക്കാണ് പോകും. നമ്മൾ ഉറക്ക് പോകാനാണല്ലോ മുഖം കഴുകല്. വുദൂ എടുക്കൽ എന്തിനാ? മുഖം കഴുകൽ എന്തിനാ? നല്ല ഉറക്ക് വരുന്നുണ്ട്, ഒന്ന് പോയി മുഖം കഴുകട്ടെ എന്നാണ് നമ്മൾ പറയുന്നത് ചെയ്യുക. ഉറങ്ങാൻ നല്ല മൂടുള്ള നേരത്തെ നമ്മൾ ഓർക്കുകയാണ്, ഇപ്പൊ ഒരു സുന്നത്തുണ്ടല്ലോ വുദൂ എടുത്ത് കിടക്കുക. ഇതെന്തൊരു സുന്നത്താ? ഇതെന്താ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, വേഗം പോയി കിടന്നുറങ്ങാം? അല്ല, ആ സമയത്ത് ഇതെന്റെ നേതാവ് പഠിപ്പിച്ചൊരു സുന്നത്താണ്, ഇത് ഞാൻ ചെയ്യണം, എനിക്ക് വമ്പിച്ച കൂലി കിട്ടും. ഇസ്ബാഗുൽ വുദൂഇ അലൽ മക്കാരിഹ്, ആ പ്രയാസം തോന്നുന്ന മൂഡിലും പോയിട്ട് ഇസ്ബാഗ്, എങ്ങനെയെങ്കിലും ഒരു വുദൂ അല്ല, സമ്പൂർണമായ വുദൂ. ഒരിക്കൽ വുദൂ മുഖം കഴിക്കാലും വുദൂ ശരിയാവും.
പക്ഷെ അതിന്റെ ഇസ്ബാഗ് ആവണമെങ്കിൽ 3 പ്രാവശ്യം കഴുകണം. ഒരിക്കലും ഉദൂന്റെ കൂലി കിട്ടട്ടെ, വർക്ക് വല്ലാതെ പോകും വേണ്ട. അല്ല, ഇസ്ബാഗുൽ വുദൂ, സമ്പൂർണ്ണ വുദൂ അലൽ മകാരിഹി, ആ പ്രയാസം തോന്നുന്ന ഘട്ടത്തിലും വുദൂ എടുക്കൽ പാപമോചനത്തിന് കാരണമാണ്, ദർജ ഉയർത്താൻ കാരണമാകും. വകസറത്തുൽ ഖുതാ ഇലൽ മസാജിദി, പള്ളികളിലേക്കുള്ള പാദമുദ്രകൾ വർദ്ധിപ്പിക്കുക, പള്ളികളിലേക്കുള്ള ചവിട്ടുപടികളെ എണ്ണം അധികരിപ്പിക്കുക. നിങ്ങൾ നോക്കൂ, സഹാബിമാരുടെ കാലഘട്ടത്തിൽ അവർ ഈ കാര്യത്തിന് വേണ്ടി ചെയ്ത ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്പീഡിൽ നടന്നു പോകുന്നയാളെ പിടിച്ചു നിർത്തിയിരുന്ന സഹായന്മാർ. പെട്ടെന്ന് പോകല്ലേ, പെട്ടെന്ന് പോയാൽ ഇത് എഴുതപ്പെടൂല, കുറച്ച് കൂടുതൽ കിട്ടണ്ടേ, സാവകാശം നടക്കുക, അതിന്റെ എണ്ണം കൂട്ടാൻ. ആസാറുകൾ എന്നുള്ളതിൽ ഈ 2 വ്യാഖ്യാനവും പറഞ്ഞതിന് ശേഷം ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ 2 വ്യാഖ്യാനവും ഒരിക്കലും വൈരുദ്ധ്യമുണ്ടെന്ന് ആരും മനസ്സിലാക്കരുത്. രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. കാരണം എന്താണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്താണെന്നറിയോ? ഒന്നാമത്തെ വ്യാഖ്യാനത്തിന് ശക്തി കൂട്ടുകയാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. ഒന്നാമത്തെ വ്യാഖ്യാനം പറഞ്ഞാൽ എന്താ? ഒരാളുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ വരെ എഴുതപ്പെടും. അപ്പൊ ഇത് രണ്ടാമത്തത് കൊണ്ട് അതിനെങ്ങനെ പവർ കൂടാ? ഒരു മനുഷ്യനൊരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി നടന്നു പോകുന്ന ഭൗതികമായ അവന്റെ കാലിന്റെ ഒരു അടയാളം പോലും അവിടെ രേഖപ്പെടുത്തപ്പെടുമെങ്കിൽ, ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം ലോകത്ത് എത്ര ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എഴുതും എന്നത് പറയാനുണ്ടോ? ഞാൻ ചെയ്ത ഒരു നടപ്പാതയിലുണ്ടായ ഒരു സ്റ്റെപ്പ് അതവിടെ നാളെ പരലോകത്തുണ്ടെങ്കിൽ, ഞാനൊരു പ്രവർത്തനം ചെയ്തിട്ട് അതിലൂടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളോ നന്മകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും എന്റെ പേരിൽ ഉണ്ടാകും എന്നതിൽ സംശയമേ ഇല്ലല്ലോ. അതുകൊണ്ട് 2 വ്യാഖ്യാനവും, ആദ്യം പറഞ്ഞതിനെ ഈ 2ാം വ്യാഖ്യാനവും ബലപ്പെടുത്തുകയാണ്, രണ്ടാമത് പറഞ്ഞതിനെ ആദ്യത്തതും ബലപ്പെടുത്തുകയാണ്. ഒന്നും ലാ യുനാഫി, പരസ്പരം എന്തല്ല, ഒന്നൊന്നിനെ നിഷേധിക്കുന്നതോ വൈരുദ്ധ്യമുള്ളതോ അല്ല എന്നുകൂടി മഹാനവറുകൾ പറഞ്ഞുകൊണ്ടാണ് ആ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം അവസാനിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വചനം നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ ഗമനത്തിൽ, മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ ഏതൊരു നന്മയുടെ ഭാഗത്തും വലിയ ഒരു പ്രതീക്ഷയുള്ള വചനമാവണം. ഒരു തിന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയാൻ ഈ ഒരു വചനം നമുക്ക് പ്രേരകമാവണം. നാമായിട്ട് ഒരു തിന്മക്ക് കൂട്ടുകൂടരുത്. നമ്മളെ റൂമിൽ നമ്മളൊരു കാര്യം ചെയ്യണം, ആ റൂമിൽ നമ്മളതിന് തുടക്കം കുറിച്ചത് ഒരു നന്മ, അത് കണ്ടു കുറെ ആളുകൾ, അതിൽ ഏർപ്പെട്ടു, നമുക്ക് കൂലിയുണ്ട്. മറിച്ചൊരു തിന്മക്കാ നമ്മൾ നമ്മുടെ റൂമിൽ തുടക്കം കുറിച്ചത്, ഒരുപാട് ആളുകൾ അതിലേക്ക് വന്നു, ആകർഷിച്ചു, തിന്മയുടെ വക്താക്കളായി, നമുക്കതിന്റെ ശിക്ഷ കിട്ടും. ഓർമ്മിക്കുക, ആവർത്തിച്ച് നമ്മുടെ മനസ്സിനെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. നാഥാ, നീ ഞങ്ങളെ ജീവിപ്പിക്കുമ്പോ, നിന്റെ മഹ്ശറിലെത്തുമ്പോ നന്മയുടെ രംഗങ്ങൾ കണ്ടുകൊണ്ട് ആസ്വദിക്കാനുള്ള തൗഫീഖ് തരണേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ഗ്രന്ഥമുണ്ട്, അഹ്സാഹുല്ലാ, അല്ലാഹ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വനസൂഹു, ചെയ്തവരതൊക്കെ മറന്നിട്ടുമുണ്ട്. അള്ള മറക്കുന്നില്ല, പടച്ചതമ്പുരാനൊന്നും മറന്നുപോകില്ല, ഒന്നും അവൻ ഇല്ലാത്തത് നമ്മുടെ പേരിൽ വെട്ടിവെക്കുകയുമില്ല. ആ ഒരു വലിയ വിശ്വാസമാണ് നമുക്ക് നമ്മുടെ നാഥനെ കുറിച്ചുള്ളത്. അങ്ങനെ തന്നെയാണ് സത്യവും. വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ നാഥൻ ഒരാളെയും ഒരു നിലക്കും അനീതി ഒരാളോടും കാണിക്കുകയില്ല, ദ്രോഹിക്കുകയില്ല. ആദിലായ നീതിമാനായ നാഥനാണ്. ആ നാഥനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ പുതിയ ഈ ഒരു നല്ല ഒരു തുടക്കത്തിൽ, ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മുടെ മുമ്പിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഒരു വചനമായിട്ട്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്ന വചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും മുഴങ്ങട്ടെ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റഹ്മുർ-റഹീമീനായ നാഥൻ നന്മകളിൽ കൂടുതൽ ആവേശമുള്ളവരാകുവാനും തിന്മയോട് എല്ലാ അർത്ഥത്തിലും വിട പറയാനുമുള്ള ഈമാനും അതുപോലെയുള്ളതിനുള്ള തൗഫീഖും നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും അവൻ കബൂലാക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് وعلى آل محمد. السلام عليكم ورحمة الله وبركاته.